പ്രതിപക്ഷ നേതാവിനെതിരായ സാമുദായിക നേതാക്കളുടെ വിമർശനത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടു പോകുന്ന നിലപാടാണ് UDF-നെന്ന മറുപടിയുമായി കൺവീനർ അടൂർ പ്രകാശ്. എന്നാൽ സതീശിന് വേണ്ടത്ര പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് അടൂർ പ്രകാശ് മറുപടി നൽകിയില്ല. ചോദ്യങ്ങളിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ഒഴിഞ്ഞുമാറി. ഒരു തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുകയാണ്. ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അവസരത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോവുക എന്ന ഒരു സമീപനമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അല്ല, എനിക്ക് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഒന്ന് വേഗം മാറി. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഇപ്പോൾ അടൂർ പ്രകാശ് ഒരു ഭാഗം മാത്രം പറഞ്ഞങ്ങ് മാറുകയായിരുന്നു. വെള്ളാപ്പള്ളിയോട് അടുത്ത് നിൽക്കുന്ന കോൺഗ്രസ് നേതാവ് കൂടിയാണ് അടൂർ പ്രകാശ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും അടക്കമുള്ള കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പ്രതിപക്ഷ നേതാവിന് ഒപ്പമാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തുമ്പോഴാണ് വ്യത്യസ്തമായ ഒരു പ്രതികരണം അടൂർ പ്രകാശ് നടത്തുന്നത്. സ്മൃതിയും ഒരു വിഭാഗം നേതാക്കൾ, അതിൽ UDF-ന്റെ കൺവീനറാണ് അടൂർ പ്രകാശ് എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തോട് ഈ കാര്യത്തിൽ സമുദായ നേതാക്കൾ, പ്രത്യേകിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറിയും NSS-ന്റെ ജനറൽ സെക്രട്ടറിയും നടത്തിയ വിമർശനവും അധിക്ഷേപവും ഒക്കെയുണ്ട് പ്രതിപക്ഷ നേതാവിനെതിരെ. ആ വിഷയത്തിലെ നിലപാട് എന്താണ് അദ്ദേഹത്തോട് പ്രധാനമായും ആരാഞ്ഞത്. അതിൽ പക്ഷേ അദ്ദേഹം ആകെ പറഞ്ഞത് എല്ലാവരെയും, SNDP ആയാലും NSS ആയാലും ഏത് സമുദായ സംഘടനകളാണെങ്കിലും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു നിലപാടാണ് കോൺഗ്രസിനും UDF-നും ഉള്ളത് എന്ന ഒറ്റവരി പ്രതികരണത്തിൽ അദ്ദേഹം തന്നെ പ്രതികരണം ഒതുക്കുകയാണ് ചെയ്തത്. അതേസമയം വേണ്ടത്ര പിന്തുണ എല്ലാ നേതാക്കളുടെയും ഭാഗത്തു നിന്ന് പ്രതിപക്ഷ നേതാവിന് ലഭ്യമാകുന്നില്ലേ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അതിന് അദ്ദേഹം എന്തെങ്കിലും ഒരു മറുപടി പറയാൻ തയ്യാറായില്ല. സമാന രൂപത്തിൽ NSS-ന്റെ പെരുന്നയിലേക്ക് പോയ, കഴിഞ്ഞ ദിവസം പെരുന്നയിലേക്ക് ഈ വിവാദങ്ങൾക്കെല്ലാം ഇടയിൽ പോയ കൊടിക്കുന്നിൽ സുരേഷ് MPയോടും ഇതേ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം മറ്റു വിഷയങ്ങളിൽ പ്രതികരിച്ചെങ്കിലും ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് മുതിർന്നില്ല. അതേസമയം മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ, KPCC അധ്യക്ഷനും ചുരുങ്ങിയ വാക്കുകളിലാണ് പ്രതികരിച്ചത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് പാർട്ടിയുടെ നയമാണ് എന്ന ഒറ്റ വരിയിലാണ് അദ്ദേഹം പ്രധാനമായും കേന്ദ്രീകരിച്ചത്. രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾ കൃത്യമായ നിലപാട് പറഞ്ഞു. MM ഹസനും സമാനമായ രൂപത്തിൽ വർഗീയതയ്ക്കെതിരായ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അദ്ദേഹം പറയുന്ന നയം എന്നത് പാർട്ടിയുടെ നയം തന്നെയാണ്. അതേസമയം ഈ വിഷയം വിശദമായി പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല, അതിനുള്ളൊരു സന്ദർഭം ഉണ്ടായിട്ടുമില്ല. അദ്ദേഹം പറയുന്ന നിലപാടിനെ പിന്തുണയ്ക്കുന്നു എന്ന് MM ഹസൻ അടക്കമുള്ള ആൾക്കാരും നേതാക്കളും പറയുന്നു. അതേസമയം ഒരു വിഭാഗം നേതാക്കൾ ഒരുപക്ഷെ അവരുടെ നിലപാടുകൾ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അവർ കൃത്യമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്.